കണ്ണൂർ പിലാത്തറയിൽ കാർ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ സ്വർണ്ണ കവർച്ച. കാറിലുണ്ടായിരുന്നത് പെരിന്തൽമണ്ണയിലെ SSK ഗോൾഡ് വർക്ക്സ് ഉടമ കുമാർ ജലന്ധർ നിഗമും കുടുംബവും. പയ്യന്നൂർ എടാട്ട് വെച്ചാണ് കാർ ആക്രമിച്ച് കവർച്ച നടന്നത്. കണ്ണൂർ പിലാത്തറയിൽ ഇന്ന് പുലർച്ചെ നടന്നത് സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ്. മഹാരാഷ്ട്ര സ്വദേശി കുമാർ ജലന്ധർ നിഗവും ഭാര്യയും മക്കളും ഡ്രൈവറും നാട്ടിൽ നിന്ന് വരുന്നതിനിടെയാണ് കവർച്ചാ സംഘം വാഹനം പിന്തുടർന്നത്. എടാട്ട് വെച്ച് അക്രമികൾ വണ്ടി തടഞ്ഞ് ഡ്രൈവർ സച്ചിനെയും ഇടത് സീറ്റിൽ നിന്ന് കുമാറിനെയും കുട്ടിയെയും പിടിച്ചിറക്കി. തുടർന്ന് വണ്ടിയുമായി പോയ അക്രമികൾ അല്പം മുൻപോട്ട് പോയി ഭാര്യയെയും മറ്റൊരു കുട്ടിയെയും റോഡിൽ ഇറക്കി വിട്ടു എന്നാണ് ഡ്രൈവർ സച്ചിൻ്റെ മൊഴി. പിന്നെ പുറത്തു വരുന്നത് പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കാർ കണ്ടെത്തിയെന്ന വിവരമാണ്. കാറിനുള്ളിലെ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും കുത്തിക്കീറിയിട്ടുണ്ട്. വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ടിരുന്നു. ഞാൻ ഈ കോളേജിൽ സെക്യൂരിറ്റി, അപ്പോൾ രാവിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ കാർ ഇതേപോലെ നിർത്തിയിട്ട് കണ്ടിന് ഡോറെല്ലാം തുറന്നിട്ടുണ്ടായി. അപ്പോൾ സംശയമായിട്ട് ഞാൻ അടുത്തേക്ക് സമയത്ത് ഡ്രസ്സൊക്കെ പുറത്ത് വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊടിച്ച നിലയിലേ ഉണ്ടായി. ഉള്ളിലല്ല, ഡോറിൻ്റെ ഭാഗത്തൊക്കെ രക്തത്തിൻ്റെ ഒരു കറ കണ്ടോണ്ട് അന്നേരം തന്നെ പോലീസിനെ അറിയിച്ചു. നടക്കാൻ വന്ന ഒരാളും കൂടി ഉണ്ടായി. ആദ്യം ഓഫീസ് സെക്രട്ടറിനെ അറിയിച്ചു. സെക്രട്ടറി അങ്ങനെ പോലീസിനെ അറിയിച്ചു. പെട്ടെന്ന് തന്നെ വിളിച്ചു. ഇല്ല കൂടുതലൊന്നും മനസ്സിലായില്ല. കാറ് മൊത്തം ചെക്ക് ചെയ്ത ഒരു രീതിയിലാണ് കണ്ടത്. കാറിനുള്ളിൽ എന്തോ പരിധി പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. കാറിനുള്ളിലെ രഹസ്യ അറകളിലോ മറ്റോ ഒളിപ്പിച്ചിരുന്ന സ്വർണമോ പണമോ കവരുന്നതിനായി വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. വണ്ടിക്കകത്തുള്ള ഭാഗങ്ങൾ വരെ കുത്തിപ്പൊളിച്ച നിലയിലായതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊള്ളയാണ് നടന്നതെന്ന് കരുതുന്നു. കുഴൽപ്പണ പിടിച്ചുപറി സംഘത്തെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു കവർച്ചാശ്രമം. എത്ര പണം നഷ്ടപ്പെട്ടു, എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തതയില്ല. പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിനൊരു പൂർണ്ണമായ വിവരം ലഭ്യമാവുകയുള്ളൂ. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.